കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അതിശക്തമായൊരു വിദ്യാഭ്യാസ അവകാശത്തിനുവേണ്ടി പോരാട്ടം നടത്തുകയും അതിൽ വിജയിക്കുകയും അതിലൂടെ ഇന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നാനോ സയൻസിൽ നിന്ന് ഗവേഷണ വിദ്യാർത്ഥിയായി PhD നേടിയ ശ്രീമതി ദീപ പി മോഹനെ കേരളവും ഇന്ത്യയുമൊക്കെ വിദഗ്ധമായ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ വ്യക്തിത്വമാണ്. അവരിന്നേ ദിവസം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് നാനോ സയൻസിൽ PhD വിജയിച്ചിരിക്കുകയും ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ അവരെ അനുമോദിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ മഹാത്മാ അയ്യങ്കാളി പഞ്ചമി എന്ന ബാലികയും പിടിച്ച് വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിലൂടെ കേരളത്തിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ സ്വാഭിമാനപരവും ജീവിത വികാസത്തിനും വേണ്ടിയുള്ളൊരു പോരാട്ടത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ അംബേദ്കർ നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ കേരളത്തിൽ നടന്ന ഏറ്റവും ശക്തമായ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഒരു സമരമായിട്ടാണ് ദീപ പി മോഹൻ്റെ സമരം കേരളത്തിൻ്റെ ദളിത് പോരാട്ട മണ്ഡലത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പോരാട്ടത്തിൻ്റെ മണ്ഡലത്തിൽ ചരിത്രത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നത്. അത്തരത്തിൽ വിജയിയായ ശ്രീ ദീപ പി മോഹനെ അഭിനന്ദിക്കുകയും ആ സമര പോരാട്ടങ്ങളും അവർ ജീവിതത്തിൽ ആ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 14 വർഷങ്ങളായി അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അത് പുതിയൊരു വിജയത്തിൻ്റെ വഴിയിലെത്തിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ അവരുമായിട്ടൊരു ചെറിയ അഭിമുഖമാണ് നമ്മൾ ഈ പി മോഹൻ്റെ ഈ വീഡിയോയിലൂടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ദീപ പി മോഹനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ദീപ, എങ്ങനെയുണ്ട് കഴിഞ്ഞ 14 വർഷത്തെ കണ്ണൂർ എന്ന് പറയുന്ന ഒരു മലയോര മേഖലയിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് വരികയും കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മേഖലയായ കോട്ടയത്ത്, അക്ഷരനഗരിയായ കോട്ടയത്ത് എത്തിച്ചേരുകയും ഇവിടെ നാനോ സയൻസ് എന്ന് പറയുന്നൊരു വിഭാഗത്തിൽ വിദ്യാർത്ഥിയായി വരികയും തുടർന്ന് MPhil തുടങ്ങി PhD വരെയുള്ള ഗവേഷണങ്ങൾ, അതിനനുഭവിച്ച പ്രതിസന്ധികൾ, അത്രയും ദീർഘകാലം നീണ്ടു നിൽക്കേണ്ടി വന്ന ഈ വിദ്യാഭ്യാസ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതുപോലെ നിങ്ങൾ ഇടപെട്ടുകൊണ്ട സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് ഈ അവസരം നല്ലതാണ്, വയവിറക്കുന്നത് നല്ലതാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് എന്നറിഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ MPhil പഠനത്തിനാണ് 2011 മാർച്ചിൽ എത്തുന്നത്. ആ കാലയളവ് തൊട്ട് ഈ വർഷം അത്രയും ജാതി എന്ന ഒരു വലിയ സ്വത്വത്തെ എനിക്ക് നേരിടേണ്ടതായി വന്നു. അതായത് ജാതിയുടെ പേരിൽ തന്നെ ഇത്ര തീവ്രമായ ലെവലിൽ ഞാൻ ജാതി എങ്ങനെയാണ് എന്നത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. മുൻപ് അനുഭവിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ പല രീതിയിൽ ജാതി ദളിത് വിദ്യാർത്ഥികളോട് പ്രവർത്തിക്കുന്നതായിട്ട് അനുഭവം ഉണ്ടെങ്കിലും ഇത്രയും തീവ്രമായ നിലയിൽ എങ്ങനെയാണ് അത് ഒരു വ്യക്തിയെ ബാധിക്കുക എന്നുള്ളത് ഈ കോട്ടയത്ത് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. MPhil കാലയളവിൽ തന്നെ അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് ജാതിയുടെ പേരിൽ പ്രശ്നമുണ്ടായിരുന്നു. അത് സെൻറ്റർ ഡയറക്ടറോട് ഇടപെട്ട് അത് ഒരുവിധം പരിഹരിച്ചെങ്കിലും അന്ന് എൻ്റെ ഈ MPhil തീസിസ് വരെ റിജക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. എങ്കിലും പിന്നീട് ആ എക്സാമിനറുടെ ഒരു കാരുണ്യവും പിന്നെ സെൻറ്ററിൻ്റെ അന്നത്തെ ഡയറക്ടർ ഈ വിഷയത്തെ പോസിറ്റീവായി കണ്ടതുകൊണ്ടും എനിക്ക് അന്നത്തെ MPhil പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ TC തടയപ്പെട്ടു, എൻ്റെ MPhilൻ്റെ സർട്ടിഫിക്കറ്റും തടയപ്പെട്ടു. അത് ഈ ജാതിയുടെ പ്രശ്നമുള്ള അധ്യാപകൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് അത് തടയപ്പെട്ടു. പിന്നീട് എനിക്ക് ഗേറ്റ് ആ വർഷം തന്നെ ക്വാളിഫൈ ചെയ്തിരുന്നെങ്കിലും എനിക്ക് PhDക്ക് ജോയിൻ ചെയ്യാൻ എനിക്ക് സാധിക്കാത്തതിൻ്റെ കാരണം സെൻറ്ററിൽ നിന്ന് കിട്ടേണ്ട TC കിട്ടാതിരുന്നതാണ്. അതിൻ്റെ കാരണം ഈ അധ്യാപകൻ തന്നെയാണ്. അങ്ങനെ എൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു. പിന്നീട് അടുത്ത വർഷം അപ്ലൈ ചെയ്യുന്നു 2013. അതായത് ഗേറ്റിന് 2 വർഷം വാലിഡിറ്റി ഉള്ളതുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. പിന്നീട് 2014 എനിക്ക് രജിസ്ട്രേഷൻ ആവുന്നത് PhDക്ക്. അതേപോലെ മറ്റ് കാസ്റ്റിലുള്ള കുട്ടികൾ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അവരൊക്കെ എൻ്റെ ഒപ്പം പഠിക്കാൻ വന്ന പലതും അച്ചീവ് ചെയ്ത് അവർ മുകളിലേക്ക് കയറി പോവുക. പക്ഷേ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഒരടി മുന്നോട്ട് വെക്കാൻ വിടാത്തൊരു സാഹചര്യമാണ് എനിക്ക് നേരിടേണ്ടി വന്നത്. എൻ്റെ ഒപ്പം തന്നെ അന്നുണ്ടായിരുന്ന ഒരു ദളിത് വിദ്യാർത്ഥിക്ക് പഠിക്കാൻ തീരെ സാധിക്കാത്ത സാഹചര്യത്തിൽ എൻ്റെ സ്ഥലം MLA ഇടപെട്ടിട്ട് കൂടിയാണ് ഞങ്ങളുടെ ഫെലോഷിപ്പ് പോലും റെഡിയാക്കി അവളെ MPhil പൂർത്തിയാക്കിയത്.
പിന്നീട് PhD ചെയ്യാൻ ആ കുട്ടിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ കുട്ടി ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് എൻ്റെ അനുഭവത്തിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഈ 2014 ഞാൻ ജോയിൻ ചെയ്തെങ്കിലും വീണ്ടും ഇതേ അധ്യാപകൻ നന്ദകുമാർ കളരിക്കൽ എന്ന് പറയുന്ന ഇതേ അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തര പ്രശ്നങ്ങളാണ്. വർക്ക് ചെയ്യാൻ ഒന്നാമത് മെറ്റീരിയൽ തന്നില്ല, കൃത്യസമയത്ത് നടക്കേണ്ട വർക്കിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട 6 മാസത്തെ കോഴ്സ് വർക്കുണ്ട്, അത് നടത്താതിരിക്കുക. എന്നിട്ട് മെറ്റീരിയൽ തരാതിരിക്കുന്ന എന്നോട് വർക്ക് ചെയ്ത് റിപ്പോർട്ട് വെക്കാൻ ആവശ്യപ്പെടുക. അങ്ങനെ ഞാൻ കടം വാങ്ങി, അതായത് മറ്റ് വിദ്യാർത്ഥികളോട് കടം വാങ്ങി ഞാൻ വർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ വർക്ക് പ്രസൻറ്റ് ചെയ്തു. പക്ഷേ ആ പ്രസൻറ്റ് ചെയ്തത് ഞാൻ വേറൊരാളുടെ മോഷ്ടിച്ചതാണ് എന്ന രീതിയിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ എന്നെ അപമാനിച്ചു. അതുകൂടാതെ നിരന്തരം അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതായത് ദളിതാണ് എന്നതിൻ്റെ പേരിൽ അയാൾ അത് നേരിട്ട് പറയുകയും ചെയ്തു. അതായത് ഓരോ ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ഏൽപ്പിക്കാൻ കൊള്ളില്ല ദളിത് വിദ്യാർത്ഥികളെ, കാര്യക്ഷമതയില്ല. അതുപോലെ തന്നെ എന്നെ പൂട്ടിയിടുന്ന സംഭവം ഉണ്ടായി. എന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ പൂട്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂട്ടിയിട്ടു, പോലീസ് വന്ന് ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് എന്നെ ലാബിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടാകുന്നത് 2015 മാർച്ചിൽ. അങ്ങനെ ഞാൻ വേറെ രക്ഷയില്ലാതെ ഞാൻ യൂണിവേഴ്സിറ്റിയായിട്ട് പരാതിപ്പെട്ടതിന് ശേഷം ഈ അധ്യാപകനെതിരെ അന്വേഷിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. 2 അംഗ കമ്മീഷൻ അന്വേഷിക്കുന്നു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. 6 മാസത്തിനുള്ളിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് കിട്ടിയിട്ട് യൂണിവേഴ്സിറ്റി പക്ഷേ സിൻഡിക്കേറ്റിൽ വെച്ചില്ല. അത് സിൻഡിക്കേറ്റിൽ 2016 അപ്പോൾ ആലോചിക്കണം എൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെടുന്നത് ഏതൊക്കെ വിധത്തിലായിരുന്നു എന്ന്. 2016 ഫെബ്രുവരിയിൽ രോഹിത് വെമുല ഹൈദരാബാദിൽ ആത്മഹത്യ ചെയ്ത സമയത്ത് ഞാൻ ഇവിടുത്തെ, അതായത് CPM അവിടെ പോയി, ഹൈദരാബാദിൽ പോയി ഒരു നിലപാടെടുക്കുന്നു BJPക്കെതിരെ. പക്ഷേ ഇവിടെ കേരളത്തിൽ CPM ഈ ദളിത് വിരുദ്ധത കാണിക്കുന്ന അധ്യാപകനൊപ്പമാണ്. അപ്പോൾ ആ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ച് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് വൈറലാവുകയും അത് വാർത്തയാവുകയും ചെയ്തു. അങ്ങനെ വാർത്ത വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വെളിയിൽ വിടാത്തത്. അങ്ങനെയാണ് ഒരു സിൻഡിക്കേറ്റ് കൂടിയ സമയത്ത് എൻ്റെ റിപ്പോർട്ട് വരികയും ഈ അധ്യാപകനെതിരെ കേസെടുക്കാൻ യൂണിവേഴ്സിറ്റി തന്നെയാണ് പോലീസിനോട് ആവശ്യപ്പെടുന്നത്. എൻ്റെ പരാതിയിൽ നേരിട്ടെടുത്ത കേസല്ല, യൂണിവേഴ്സിറ്റി അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇദ്ദേഹത്തിനെതിരെ അട്രോസിറ്റി പ്രകാരം കേസ് ചാർജ് ചെയ്യുന്നു. അയാൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നു. പക്ഷേ അതൊരു പുറമേ നിന്നുള്ള വാർത്ത അതിൻ്റെ പേരിൽ മാത്രം സംഭവിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പിന്നീട് അയാളെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഞാൻ ഈ ദിവസം വരെയും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്കെതിരെ കേസ് വരുന്നു. എനിക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ കൊടുക്കാം എന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞെങ്കിലും ഇദ്ദേഹം ആ സെൻറ്ററിൽ തന്നെ തുടരുന്നത് കാരണം എനിക്ക് പിന്നെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം വീണ്ടും വർക്ക് ചെയ്യാൻ മെറ്റീരിയൽ തരാമെന്ന് പറഞ്ഞാലും വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല. ഓരോ തവണ ലാബിൽ ചെല്ലുമ്പോൾ അത്രയ്ക്ക് മലീമസമായിട്ടിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് കാരണം എനിക്കവിടെ തീരെ ലഭിക്കാത്തൊരു സാഹചര്യം. അങ്ങനെയും വീണ്ടും എനിക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കേണ്ടി വന്നു. ഞാൻ എപ്പോഴും എനിക്കിരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ട്. സീറ്റൊക്കെ തരാമെന്ന് പറഞ്ഞെങ്കിലും പോകുമ്പോൾ പിന്നെ നമുക്ക് സീറ്റ് ഉണ്ടാകത്തില്ല. ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടുന്ന സാഹചര്യം പോലും ഉണ്ട്. എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് മറ്റു കുട്ടികളുടെ കൂടെ ഇരുന്ന സ്ഥലത്ത് നിന്ന്. അങ്ങനെ ഒരു വളരെ ഈ ഒരു പ്രായത്തിലും അത് ഈ കാലഘട്ടത്തിലും ഇത് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്ന സാഹചര്യം അത്രയ്ക്ക് പരമദയനീയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് സാധനം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു. എന്തായാലും ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്നുള്ളത്. എന്നോട് ആ സമയത്ത് CPMൻ്റെ അന്നത്തെ MLA ആയിരുന്നു KK ശൈലജ. പിന്നീട് അറിയുമന്ത്രി, അവരിപ്പോഴും MLA കൂടിയാണ്. അവരന്ന് എന്നോട് പറഞ്ഞത് കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടത്. ഒരു സ്ത്രീയുടെ പക്ഷത്തല്ല, അവർ ദളിത് പക്ഷത്ത് പോലും ആയിരുന്നില്ല. പിന്നെ അന്നത്തെ VC എന്നോട് പറഞ്ഞത് VN വാസുദേവൻ നേരിട്ട് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. CPMൻ്റെ പല നേതാക്കന്മാരും വിളിക്കുന്നു. കാരണം ഈ അധ്യാപകൻ ഇവിടെ ഇടത് സംഘടനയിലെ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ യാതൊരു വിധത്തിലും ഇന്നും ആ സംഘടനയ്ക്കകത്ത് അയാൾക്കെതിരെ ആക്ഷനില്ല. അയാൾക്കെതിരെ SC അട്രോസിറ്റി ആക്ട് പ്രകാരം കേസുണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ ഒരു കേസില്ല. മാക്സിമം പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് CPM വെച്ച് വേർതിയത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഫോഴ്സ്ഫുള്ളി എടുക്കേണ്ടി വന്നതാണെങ്കിൽ പോലും, കോൺഗ്രസ് ഭരിക്കുവാണെങ്കിൽ പോലും ആ കേസ് എങ്ങനെ പ്രതിക്ക് അനുകൂലമായി നിർത്താമെന്നാണ് മാക്സിമം സിസ്റ്റം ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം കേസ് ക്വാഷ് ചെയ്യാൻ ഹൈക്കോടതിയിൽ പോകുന്നു, FIR. അവിടെ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ലെറ്റർ, അതായത് വാദിയാണോ വാദിയെ കൂടെ അറിയിച്ചിട്ട് ക്വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് കൊണ്ടുതരേണ്ട നോട്ടീസ് പോലും ഈ അധ്യാപകന് കൊണ്ട് കൊടുത്ത് എന്നെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടി, ഞാൻ കൈപ്പറ്റി എന്നുള്ള ഒപ്പിട്ടിട്ടാണ് ഹൈക്കോടതി കൊടുക്കുന്നത്.
ഞാൻ അറിഞ്ഞില്ല. പിന്നെ അത് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ വഴി ലീക്ക് ചെയ്ത് ഞാൻ വിവരം അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കേസിൽ കക്ഷി ചേരുന്നതും. ഈ കേസിൽ അധ്യാപകൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ക്വാഷ് ചെയ്ത് കൊടുക്കാതെ എനിക്ക് അയാൾക്ക് ഓർഡർ കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നീട് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റി. ആ കേസ് കോടതിയിൽ നടന്നു, കോട്ടയം സെഷൻസ് കോടതിയിൽ നടന്നു. അതിൽ സാക്ഷികളെ വിസ്തരിച്ചു, തെളിവെടുത്തു. അങ്ങനെ ഇയാൾക്കെതിരെ അയാൾക്കുള്ള ശിക്ഷ ഇതിനകം തന്നെ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നെ പഠിപ്പിക്കാതിരിക്കുകയാണെന്നുള്ള പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ വിലപ്പെട്ട വർഷം അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ മരിക്കണം അല്ലെങ്കിൽ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നെപ്പോലെ ഒരു ദളിത് വിദ്യാർത്ഥി പോലെ എൻ്റെ വിഷയം വരെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ പോലീസിനെ കാണിക്കാനും സ്റ്റേറ്റിനെ കാണിക്കാനും ഒക്കെ ആരും എടുത്തുന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനെന്ന വിദ്യാർത്ഥി സമരം കിടക്കുന്നവരെ വിഷയത്തിൽ പബ്ലിക്കിലോട്ട് അദ്ദേഹത്തിൻ്റെ ഈ ദളിത് വിരുദ്ധത പറയുന്നത് വരെ ഒരാൾ പോലും ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ ദളിതായ വിദ്യാർത്ഥി വർക്ക് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇവിടുന്ന് സീനിയേഴ്സ് പറഞ്ഞതൊക്കെ ഞാൻ അറിയുന്നത് ഇയാളിവിടെ നായരായിട്ട് അറിയപ്പെടുന്നു ഇയാൾ ആഗ്രഹിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിന് ജാതി പിന്നീട് അയാൾ പല അഫിഡവിറ്റിലും കൊടുത്തപ്പോൾ കണ്ടത് OBC കാറ്റഗറിയിലാണെന്നാണ്. പക്ഷേ ഇയാൾ ഇവിടെ പറഞ്ഞു നടന്നതും അറിയപ്പെട്ടിരുന്ന ഞങ്ങളോട് പോലെ സംസാരിക്കുന്ന നായർ കാറ്റഗറിയിലുള്ള ആളെന്നുള്ളതില്ല. അതായത് ഒരു അപ്പർ കാസ്റ്റ് പ്രിവിലേജ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതായത് ജാതിബോധം നന്നായിട്ട് ഉള്ളിലുള്ളൊരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരു സർവകലാശാലയിലെ അധികാരികളായിരിക്കുമ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് തുല്യത കിട്ടുന്നത്? അതായത് ഭരണഘടന പറയുന്നത് എല്ലാവരും തുല്യരാണെന്ന്. ആളുകളെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നമ്മളെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പാടില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടുത്തെ വിഭവങ്ങളിലുള്ള അധികാരം. നമുക്കത് തരുന്നില്ല എന്നൊരു സാഹചര്യം വരുന്നതിന് കാരണം ഇതുപോലെ ചിന്തയിലുള്ള മനുഷ്യർ. പിന്നെ ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിസിബിളി കാര്യങ്ങൾ കാണിച്ചു. അയാൾ കേസിനുള്ള എല്ലാ കാര്യങ്ങളും അയാളുടെ അടുത്ത് നിന്ന് വിസിബിളായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു അട്രോസിറ്റി കേസ് വരുന്നത്. പക്ഷേ ഇവിടെ പലരും, ഇവിടെ നിന്ന് മാത്രമല്ല, ഇത് മൊത്തത്തിലുള്ളൊരു പ്രശ്നം. പല സ്ഥലങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ജാതി പലതരത്തിലാണ് പ്രവർത്തിക്കുന്നത്. പലതരത്തിലാണ് അവർ മനുഷ്യരെ ഈ ഒരു നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് നമ്മളെ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇയാൾ ഒരു നല്ലൊരു തിരുമണ്ടനും കൂടി ആയിരുന്നതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസിനും കേസിനും വേണ്ടതെല്ലാം ചെയ്തു. അയാളിപ്പോൾ സ്റ്റേക്ക് പോയേക്കുന്ന ഹൈക്കോടതി പോയതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കേസില്ല എന്നുള്ളതല്ല അയാൾക്ക് അവിടെ വാദിക്കാൻ പറ്റില്ല. അഡ്വക്കേറ്റ് കളിപ്പുരം രാജു വഴിയാണ് അയാൾ അവിടെ കേസിന് അഫിഡവിറ്റ് ഇടുന്നത്. അതായത് കേസിൽ നമ്മുടെ ഒരു സാക്ഷിയാണ് ഡോക്ടർ ഷീന ഷിപ്പ്. ഇപ്പം അറിയാം, ഇവിടെ മുൻ PVC ആയിരുന്നു. അവരിപ്പം തലശ്ശേരി പാലയാട് ക്യാമ്പസിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ലീഗൽ തോട്ടിലെ ഹെഡാണ്. അപ്പോൾ അവർ ഈ കേസിൽ സാക്ഷിയായിട്ട് വന്നില്ല, കോടതി വന്നില്ല. അവർ ലോയിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു ആളാണെന്ന് വിചാരിക്കണം. അവരെ ഞാൻ പലവട്ടം വിളിക്കുന്നുണ്ട്. കാരണം ബാക്കി എല്ലാവരും കേസിലെ സാക്ഷികളെല്ലാം കോട്ടയം സെഷൻസ് കോർട്ടിൽ വന്ന് മൊഴി കൊടുത്തു, തെളിവുകളെല്ലാം നമ്മൾ കൊടുത്തു. അതിൽ എല്ലാം കോടതിക്ക് ഓക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു സാക്ഷി ഷീന വരാതിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ അന്നത്തെ പൊളിറ്റിക്സ് അല്ല ഇന്ന് അവർ CPMൻ്റെ ഭാഗമാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കേസിൽ വരുമോ, സാക്ഷി പറയുകയോ മൊഴി പറയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് സാക്ഷീനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെന്നുള്ള കാര്യമാണ് ഈ കാളേശ്വരം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് കേസിൽ കഴമ്പില്ല എന്നുള്ള കാര്യം അവർക്കവിടെ പറയാൻ പറ്റില്ല. കാരണം എല്ലാ തെളിവുകളും അവർക്കെതിരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതായത് ആലോചിച്ച് നോക്കണം, എത്ര അട്രോസിറ്റി കേസുകളാണ് ഈ ലെവലിലെങ്കിലും എത്തുന്നതെന്നുള്ളത്. പല സ്ഥലങ്ങളിൽ അട്രോസിറ്റി ഇടുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിൽ അട്രോസിറ്റി കൃത്യമായിട്ട് ഇടാൻ തന്നെ പോലീസ് തയ്യാറാവുന്നില്ല. പല കേസുകളിലും അതൊന്നും നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് ഇത് നിലനിൽക്കണമെങ്കിൽ. അതൊക്കെ നമ്മുടെ കേസിലുണ്ട്. എന്നെ പരസ്യമായിട്ട് മോഷ്ടാവെന്ന് വിളിക്കുന്നു, അവമാനിക്കുന്നു, എന്നെ ഇങ്ങനെ ഇറക്കി വിടുന്നു. നമുക്കെതിരെ എല്ലാ ഇയാൾക്കെതിരെ എല്ലാ തെളിവുകളും ഉണ്ടെങ്കിലും ഒരൊറ്റ കാരണമാണ് ഇവർക്ക് റേസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. എങ്കിലും പുള്ളി ഉദ്ദേശിച്ചത് എന്നെ ഡോക്ടർ ആക്കാതിരിക്കുക, എനിക്ക് ഡോക്ടറേറ്റ് തരാതിരിക്കുക, വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഇന്നത്തോടുകൂടി അതിനൊരു തീരുമാനമായി. ഞാൻ ഇന്ന് ഡോക്ടർ ദീപാപി മോഹനാണ്. അതായത് ദീപാപി മോഹൻ ഒരു വിജയിയായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇത്തരം പോരാട്ട മണ്ഡലത്തിൽ വിജയിക്കുന്നവരും വളരുന്നവരും മുൻപോട്ട് പുതിയ വഴികൾ വെട്ടിത്തുറക്കുന്നവരൊക്കെ അപൂർവമായിട്ട് പ്രത്യക്ഷപ്പെടാറുള്ളൂ. അത്തരത്തിൽ ഒരു വിജയിയായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരവും സാധ്യതയും തൻ്റെ ദൃഢനിശ്ചയത്തിലൂടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇന്ത്യയിലെമ്പാടും ജാതി പീഡനത്താൽ ജാതി മർദ്ദനത്താൽ വിദ്യാഭ്യാസ ഗവേഷണ വിദ്യാർത്ഥികളടക്കം ആത്മഹത്യ ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെമ്പാടും ശ്രദ്ധിച്ച രോഹിത് വെമുലി അടക്കം. അതുപോലെ തന്നെ ഇവിടെ ഒരു പുസ്തകം ശ്രീ കണ്ണൻ മേലോത്തിൻ്റെ ഇറങ്ങുകയുണ്ടായി. എൻ്റെ 10
ഈ 20ഓളം അക്കാഡമിക് വിദ്യാർത്ഥികൾ തന്നെ ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്ത് ഈ പ്രഷർ സഹിക്കാൻ ആത്മഹത്യ ചെയ്തൊരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊക്കെ നിന്ന് വളരെ പ്രശസ്തമായ നിലയിൽ വിജയകരമായ നിലയിൽ തൻ്റെ കരിയർ പൂർത്തീകരിച്ച് ഏറ്റവും വളരെ പ്രശസ്തമായ രീതിയിൽ വിജയിക്കുക, അതായത് നാനോ സയൻസിൽ മൈക്രോബയോളജിയിൽ വളരെ ഗണനീയമായിട്ടുള്ള ഒരു ഡോക്ടറേറ്റ് അവാർഡിലൂടെ വിജയ തീരത്തേക്ക് എത്തുകയാണ് ശ്രീ ദീപ പി മോഹൻ ചെയ്തിരിക്കുന്നത്. അവരെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട്, അവരോടൊപ്പം നിൽക്കേണ്ടതുണ്ട്. അവരെ നാളെ ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും വളരെ വിലമതിക്കാവുന്ന ഒരു വ്യക്തിത്വമായിട്ട് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതിഭകളെ നമ്മൾ ആദരിക്കേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളോട് പറയുകയാണ്. സമരസമിതിയുടെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുകയും ദീപ പി മോഹൻ 11 ദിവസം നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് ഗേറ്റിന് മുമ്പിൽ നടത്തിയ ഐതിഹാസികമായ ഒരു ചരിത്ര സമരമുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ശ്രീ CJ തങ്കച്ചൻ, അദ്ദേഹം ദളിതാദിവാസി സമര പോരാട്ടങ്ങളിലും ഭൂസമര പോരാട്ടങ്ങളിലുമൊക്കെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ആ സമരാനുഭവങ്ങളെക്കുറിച്ച് പറയുവാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ദീപയുടെ സമരത്തിന് യഥാർത്ഥത്തിൽ ഇന്നാണ് വിജയം നേടിയെടുക്കുന്നത് എന്നോർക്കുമ്പോൾ ആണ് ആ സമരത്തിൻ്റെ വിജയം ഇന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ദീപയ്ക്ക് ഡോക്ടർ കിട്ടിയാൽ മാത്രമേ ആ സമരം വിജയിക്കൂ എന്ന് ഞങ്ങൾ ആ സമരപ്പന്തലിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് അന്നിവിടെ ഓടിക്കൂടിയ അന്ന് ഈ സമരത്തിനോട് പങ്കെടുത്ത ഒട്ടനവധി ദളിത് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന തരത്തിൽ അന്ന് നമ്മുടെ കൂടെ പ്രവർത്തിച്ച മുഴുവൻ സംഘടനകൾക്കും അഭിവാദ്യങ്ങൾ ഈ ദീപയുടെ ഡോക്ടറേറ്റിൻ്റെ ഭാഗമായി നൽകുകയാണ്. ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ദീപയ്ക്ക് അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ലാബ് തുറന്നു കൊടുക്കുന്നില്ല, ചെയർ നൽകുന്നില്ല, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ജാതീയമായ പീഡനങ്ങൾ നേരിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ അംബേദ്കർ യുഗം എന്ന തരത്തിൽ നമ്മുടെ ഈ കാലം ജാതിയും നീതിയുമായിട്ടുള്ള പോരാട്ടത്തിൽ ജാതി തോറ്റുപോയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് 28-ന് ദീപയ്ക്കൊരു സ്വീകരണം കടുത്തുരുത്തി നൽകി. ആ സ്വീകരണം നമ്മുടെ ഫെസ്റ്റിവൽ ഓഫ് ലിബറേഷൻ എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ ദീപ ചിരിച്ചുകൊണ്ട് ദീപയുടെ പേപ്പർ കാണിച്ചുകൊണ്ടുള്ള ഒരു ഇരിപ്പുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് മഹാത്മാഗാന്ധിജിയുടെ ഒരു ഇരിപ്പും ഉണ്ട്, ആ പോസ്റ്ററിലുണ്ട്. സ്വാഭാവികമായിട്ടുണ്ടായ ആ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അയിത്തം പോലെയുള്ള അനാചാരങ്ങൾ മാറ്റുവാൻ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപതി ഉയർത്തുമ്പോൾ ജാതിയെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ച എല്ലാ വഴികളെയും മഹാത്മാഗാന്ധിജി എതിർക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അയിത്തം നിലനിൽക്കുന്നത്, അയിത്തം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ജാതി ഇല്ലാതാകുന്നതിലൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ള അംബേദ്കറിൻ്റെ കാഴ്ചപ്പാടിനെതിരെ നിന്ന ഗാന്ധിജി തലതാഴ്ത്തി ദീപയ്ക്കിപ്പുറം നിൽക്കുന്നത് കാണുമ്പോൾ ജാതിയും നീതിയും, ദീപ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നു, ജാതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഈ ഒരു ചിത്രം ഞാൻ അത്ഭുതകരമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മഹാത്മാഗാന്ധിയെ ഒരു ഉദാഹരണമായി എടുക്കുന്നത് ഈ നമ്മുടെ കലാശാലകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് നെടുങ്കണ്ടത്തെ ഒരു സ്കൂളിലെ ഒരു കുട്ടി, 6 വയസ്സുള്ളൊരു കുട്ടിയെ കൊണ്ട് ഷർദിൽ കൊരിക്കുന്ന ഒരു ജാതിയുടെ ഏറ്റവും ഭീകരമായ രൂപം നമ്മൾ അവസാനം കാണുന്നത് നെടുങ്കണ്ടത്താണ്. അപ്പോൾ ഇത്തരം രൂപങ്ങൾ കലാശാലകളിലും അധ്യാപകരിലും ഗുരുനാഥന്മാരിലും ഗുരു തുല്യരായിട്ടുള്ളവർ ജാതി വമിക്കുന്നു, അവരുടെ ജാതീയമായിട്ടുള്ള സ്വഭാവങ്ങൾ മാറ്റുന്നു എന്ന് പറയുമ്പോൾ സർവകലാശാല പോലെയുള്ള ഏറ്റവും ഉന്നതമായ രാജ്യത്തിൻ്റെ അഭിമാനകരമായി നിൽക്കുന്ന കലാശാലകളിൽ ജാതി പതിയിരിക്കുന്നു. ജാതി അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും യഥാർത്ഥത്തിൽ ഏറ്റവും അടിസ്ഥാന ജനസമൂഹത്തിൻ്റെ ഐത്തജാതിക്കാർക്ക് മേൽ നിലകൊള്ളുന്നു എന്ന് പറയുന്നതാണ് ദീപ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ രോഹിൽ വെമ്മൂല പോലെ അല്ലെങ്കിൽ മറ്റു ഒരു വിദ്യാർത്ഥി പോലെ അല്ല ദീപയെ കണ്ടത്. ദീപ സ്വന്തം പ്രാണൻ അതിന് പകരം വെച്ചുകൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ ഒപ്പം നിന്നു എന്നതാണ്, അത്തരം പോരാട്ടം നടത്തി എന്നതാണ് ദീപയുടെ ഏറ്റവും വലിയ വിജയം. ആ വിജയത്തെയാണ് നമ്മൾ അഭിമാനകരമായി പിന്തുണച്ചത്. ആ വിജയത്തിനൊപ്പം ഞങ്ങൾ ശക്തമായി നിൽക്കുകയും ദീപയുടെ വിജയം ഉറപ്പുവരുത്തുന്നത് ഈ ദിനം എന്ന തരത്തിൽ ഇന്ന് ദീപയുടെ ഒപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൻ്റെ കൂടെ, ആ പോരാട്ടത്തിൻ്റെ കൂടെ നിലകൊള്ളുകയാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഏറ്റവും മാതൃകാപരമായി പഠിക്കുകയും ഒപ്പം തന്നെ പോരാട്ടം അതിൻ്റെ ഭാഗമായി അംബേദ്കർ പറഞ്ഞ പോലെ പഠിക്കുക, പോരാടുക എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ ഒരു രൂപമായി, പ്രതീകമായി ദീപ മാറിയിരിക്കുന്നു. ദീപയ്ക്ക് അഭിനന്ദനങ്ങൾ. ഒപ്പം നമ്മുടെ കൂടെ പ്രവർത്തിച്ച, സഹകരിച്ച
മുഴുവൻ സംഘാടകർക്കും അന്ന് പങ്കുകൊണ്ട അന്ന് വലിയ ഇരമ്പൽ പോലെ ഈ സമരവേദിയിലേക്ക് വന്ന എല്ലാ സംഘടനകൾക്കും, ഒട്ടനവധി സംഘടനകൾക്ക്, മനുഷ്യസ്നേഹികൾക്ക്, ജനാധിപത്യവാദികൾക്ക്, വൈദികന്മാർക്ക്, ഒരുപാട് പേർ പല മണ്ഡലങ്ങളിൽ നിന്നുള്ള എല്ലാ മനുഷ്യർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമരത്തിൻ്റെ ഈ വിജയത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അടുത്തതായിട്ട് ആ സമരത്തിന് സംഘടനാപരമായി നേതൃത്വം നൽകിയത് ഭീം ആർമി എന്ന ചന്ദ്രശേഖർ ആസാദ് ദേശീയ തലത്തിൽ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ കേരള ഘടകമാണ്. അതിൻ്റെ സമുന്നതരായ നേതാവായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രതീഷ് ചന്ദ്രൻ ഇവിടെയുണ്ട്. അതുപോലെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ പ്രൈസ് കണ്ണൂർ ഇവിടെയുണ്ട്. അവർ സമരത്തെക്കുറിച്ചും ദീപയുടെ ഈ പോരാട്ടത്തെക്കുറിച്ചുമൊക്കെ ഈ അവസരത്തിൽ ഓർത്തെടുത്ത് പറയുകയും അത്തരത്തിൽ കേരളത്തിൽ ഈ സമകാലികമായ സാഹചര്യത്തിൽ പോലും നമുക്കറിയാം, ഇതേ കോട്ടയത്ത് ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതുപോലെയുള്ള വിദ്യാർത്ഥി നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി വലിയൊരു ജാതിക്കെതിരെ നടത്തിയൊരു സമരം കഴിഞ്ഞ ഇടങ്ങളിൽ കോട്ടയത്ത് തന്നെ നടന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ പല വിധത്തിലുള്ള ജാതീയപരമായ പ്രശ്നങ്ങൾ മൂലമുള്ള വിഷയങ്ങൾ അടിസ്ഥാന സമൂഹത്തിലെ വിദ്യാർത്ഥികളും ആ സമൂഹം മൊത്തം തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. അത്തരത്തിൽ ദേശീയപരമായിട്ട് തന്നെ ഇപ്പം അത്തരത്തിലുള്ള നിലപാടിലൊക്കെ വരുമ്പോൾ ജാതീയ മർദ്ദനത്തിനെതിരെ പോരാടുന്ന ചന്ദ്രശേഖർ ആസാദിൻ്റെ പ്രസ്ഥാനമായ ഭീം ആർമിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രതീഷ് ചന്ദ്രൻ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും ജയ് ഭീം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ദീപ പി മോഹന് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നു. ഇത് ദീപ പി മോഹൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ പല പല യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെന്ന് ജോയിൻ ചെയ്ത് വിദ്യാഭ്യാസം തുടങ്ങി 2-3 വർഷങ്ങൾക്ക് ശേഷം തൊട്ട് പിന്നീട് ഈ പതുങ്ങിയിരിക്കുന്ന ജാതിയുടെ ഭീകരസത്വം ഈ ഇത്തരം വിദ്യാർത്ഥികളെ വേട്ടയാടുകയും ആരും പൊരുതി അതിനെ നേടിയെടുക്കാൻ ശ്രമിക്കാത്തൊരു സ്ഥലത്താണ് ദീപ പി മോഹനെ പോലൊരു വിദ്യാർത്ഥി ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. പല സ്ഥലങ്ങളിലായിട്ട് ദീപ പി മോഹന് നേരെ ഉണ്ടായ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ മേലിൽ നിന്നുണ്ടായ ചൂഷണങ്ങളും അവർക്ക് വിദ്യാർത്ഥി മുന്നോട്ട് പഠിച്ചു പോകുന്നതിന് വേണ്ടി തടയിടുകയും പല വിധത്തിലും ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ അനുഭവിക്കേണ്ടി വന്നിട്ട് പോലും മുന്നോട്ടുള്ള പഠിത്തത്തിന് വേണ്ടി 10 വർഷമാണ് ഈ വിദ്യാർത്ഥിക്ക് നഷ്ടപ്പെട്ട ഈ MG യൂണിവേഴ്സിറ്റിയിലെ ഇത്തരം ജാതീയമായിട്ടുള്ള വേർതിരിവും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഭീം ആർമിയിൽ വന്ന് ബന്ധപ്പെടുകയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഭീം ആർമിയെ തനിക്ക് നേരിട്ടിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയിലുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പറയും. അങ്ങനെ ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുകയും ദീപ പി മോഹനായിട്ട് 11 ദിവസം ശക്തമായിട്ട് ഞങ്ങൾ നിരാഹാര സമരം നടത്തി. ദീപ പി മോഹനൊപ്പം തന്നെ ഭീം ആർമിയുടെ 2 കോട്ടയം ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ളതും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള 2 പേര് ഈ കൂടെ തന്നെ നിരാഹാരം കിടക്കുകയും ഈ സമരം തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ എല്ലാ ദളിത് സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലും അല്ലാത്ത സംഘടനകളും എല്ലാവരും ഈ വിഷയം ഒന്നടങ്കം ഏറ്റെടുക്കുകയും എല്ലാവരും ഓരോ നീർച്ചോലകൾ പോലെ ഒഴുകിയെത്തി ഈ MG യൂണിവേഴ്സിറ്റിയുടെ മുന്നിലേക്ക്. അതങ്ങനെ വലിയൊരു കടലായി എരമ്പി അടിച്ചു. ശക്തമായ തിരയിൽ ഈ ഗവൺമെൻറ്റിന് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ദീപയ്ക്ക് നീതി ലഭിക്കുകയും അതിലൂടെ ഇന്ന് ദീപ പി മോഹന് ഡോക്ടറേറ്റ് കിട്ടിയേക്കാണ്. ഈ ഒരു ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ വലിയൊരു അഭിമാനമാണ്. ഇത് ദീപ പി മോഹൻ എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറി നിൽക്കുക. രോഹിത് വിമലയൊക്കെ ഇത്തരം അവസ്ഥകൾ ഉണ്ടായപ്പോഴത്തേക്ക് അവരെയൊക്കെ പിന്തുണയ്ക്കാൻ മറ്റ് നേതൃത്വങ്ങളോ സംഘടനകളോ ഇല്ലാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്ഥലത്താണ് ദീപ പി മോഹൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇതിന് പുറത്തുണ്ട്. അവരെ കണ്ടെത്തി എനിക്ക് എൻ്റെ കാര്യങ്ങൾ പരിഹരിച്ചെടുക്കാമെന്നുള്ള ഒരു ദൃഢനിശ്ചയം തോന്നിയ ഒരു വിദ്യാർത്ഥിയാണ്. അല്ലാത്ത പക്ഷം ഈ വിദ്യാർത്ഥിയും രോഹിത് വിമലെ പോലെ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യപ്പെട്ടു പോയേനും. അങ്ങനെ ചെയ്യപ്പെട്ടു പോയെങ്കിൽ ഇതിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറംലോകം അറിയാതെ പോകും. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് സിംഹത്തിൻ്റെ പാലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുടിക്കുന്നവർ ഗർജിക്കും. ദീപ പി മോഹന് അത്തരം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ ചിന്തിച്ച് പുറത്ത് എനിക്ക് വേണ്ടി അല്ലെ എൻ്റെ ആളുകൾ അല്ലെ എൻ്റെ വിഷയം പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ജനങ്ങളും മനുഷ്യനായി കാണാതെ ജാതിയായിട്ട് കാണാതെ നിൽക്കുന്ന ആളുകൾ ഇതിന് പുറത്തുണ്ടെന്ന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് അങ്ങനെ ബന്ധപ്പെട്ട് എല്ലാവരുടെ കൂടി ചേർന്ന് ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും
മറ്റ് സംഘടനകളുടെയും എല്ലാവരുടെയും ഒരു വിജയമാണ് ഇന്ന് ദീപാ പി മോഹന് കിട്ടിയ ഈ ഡോക്ടറേറ്റിന് പിന്നിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ സ്കൂളുകളിലോ ഇത്തരം ജാതീയ വേർതിരിവുകൾ ഉണ്ടാവുമോ, ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭീം ആർമിയായിട്ട് ബന്ധപ്പെടാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ മറ്റ് സഹോദര സംഘടനകളുണ്ട്. നിങ്ങൾക്ക് ആരെയാണ് ബന്ധപ്പെടാൻ പറ്റുന്നത് അവരെ കൃത്യമായി പറയുക. നിങ്ങൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് നിങ്ങളാരും ആത്മഹത്യയിൽ നമുക്കിവിടെ പൊരുതി നേടാൻ നമ്മുടെ കൂടെ നിൽക്കാൻ ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന ബാബാസാഹേബ് അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയുടെ ബലമുള്ളതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്ത് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ പീഡനവശം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് പൊതുസമൂഹത്തിലേക്ക് വന്ന് പറയാൻ തയ്യാറാകണം. എങ്കിൽ മാത്രം നമുക്കിത് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അതിന് ദീപാ പി മോഹൻ ഒരു ഐക്കണായി മാറിയിരിക്കുകയാണ്. അതുപോലെ ആർജവമുള്ള ആളുകളായി മാറണമെന്നാണ് പറയാനുള്ളത്. ഭീം ആർമിക്ക് ജയ് ഭീം. സമരത്തിനോടൊപ്പം നേതൃത്വപരമായി ഇടപെട്ട് നിന്ന ശ്രീ ഭീം ആർമിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ട്രേസ് കണ്ണൂർ രണ്ടു വാക്ക് സംസാരിക്കുന്നു. ജയ് ഭീം. ഇതിനെക്കുറിച്ച് കൃത്യമായി ഗുരുതുല്യരായ ബഹുമാനപ്പെട്ടവരൊക്കെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ തന്നു കഴിഞ്ഞു. എല്ലാവരെയും പോലെ തന്നെ ഞാനും ഈ ഒരു ദീപയുടെ ഇന്നത്തെ ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അത്യധികം അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. ഇന്ത്യക്ക് പുറത്തേക്ക് എല്ലാ രാജ്യങ്ങളിലുമുള്ള യൂണിവേഴ്സിറ്റികളിൽ ദീപയുടെ സമരം നടക്കുമ്പോൾ ആ സമരത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും പോസ്റ്റർ ക്യാമ്പയിനുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലോകം മുഴുവൻ ഉള്ള യൂണിവേഴ്സിറ്റികളിലും ജാതിക്കെതിരെ വർഗവിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തെ ഏറ്റെടുത്ത ഒരു സമരം കൂടിയാണ് ദീപാ പി മോഹൻ്റെ സമരം. ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ എത്തിച്ചേർന്ന കേരളത്തിലുള്ള മുഴുവൻ, കേരളത്തിന് പുറത്തുള്ളവരും കേരളത്തിലുമുള്ള മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും മറ്റ് മത ജാതി വർഗ മതഭേദമന്യേ എല്ലാവരെയും മനുഷ്യരായി കാണാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോടും ആദ്യമേ തന്നെ സ്നേഹം അറിയിക്കുകയാണ്. ഈ ഒരു സമരത്തിന് മുമ്പ് രോഹിത് വെമുലയെ നമ്മളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്രൂരമായ ജാതീയ വിവേചനങ്ങൾ അനുഭവിച്ച് അതിൽ നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹത്തെ പോലെ തന്നെ ദീപാ പി മോഹനെയും ഒരു പിടി കയറിൽ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രീതിയിൽ കൊന്നുകളയാം എന്നാണ് ഇവിടെയുള്ള ബ്രാഹ്മണ്യ യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ചിന്തിച്ചത്. അതിൽ തന്നെ കേരളത്തിൻ്റെ അന്നത്തെ ഭരണപക്ഷമായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രോഹിത് വെമുല കേരളത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു. അവർ ഭരിക്കുമ്പോഴാണ്, പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഈ പറയുന്ന ദീപാ പി മോഹനൻ ഈ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ 11 ദിവസം നിരാഹാര സമരം ഇരുന്നിട്ടുള്ളത്. അവർ പറയുന്നതെന്ത്, പ്രവർത്തിക്കുന്നതെന്ത്, എന്ത് ഐഡിയോളജിയാണ് അവരുടെ രാഷ്ട്രീയം. ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണപക്ഷവും അതിനൊക്കെ ഏകദേശം സമ്മതം മൂളിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷവും പലരും ഈ സമരത്തെ തച്ചു തകർക്കാനും നശിപ്പിക്കാനും മുന്നിട്ട് നിന്നിട്ടുണ്ട്. അവരെയൊക്കെ നശിപ്പിച്ചത് ഈ നാടിൻ്റെ ഐക്യമാണ്, ഇവിടെയുള്ള ജനങ്ങളുടെ ഒത്തൊരുമയാണ്. അതിൽ എൻ്റെ ഗുരുതുല്യരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ കൃത്യമായ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു സമരത്തെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളുടെ കഴിവല്ല, ദീപയുടെ മാത്രം സമരമല്ല. ദീപ സമരം ചെയ്തിരിക്കുന്നത് ദീപയെ പോലെ അനുഭവിച്ച ഒരുപാട് ആളുകൾ ഈ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല പല യൂണിവേഴ്സിറ്റികളിലായി ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിറത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിച്ച് പുറത്തു പോകുന്നുണ്ട്. ചില ആളുകളോട് ശാരീരികമായിട്ടുള്ള അക്രമങ്ങൾ കാട്ടുന്നുണ്ട്. ഇതിനൊക്കെയുള്ള പ്രിവിലേജ് ഇവർക്ക് നൽകുന്ന ആരാണെന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയുള്ള ഹിറ്റ്ലറെ പോലെ, നാസിസം പോലെ വലിയൊരു ആളുകൾക്കുള്ളിലേക്ക് ഒരു വിഷം ചീറ്റുന്ന രീതിയിലുള്ള ഇത്തരം ജാതിയുടെ കോമരങ്ങൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള വിജയം ശത്രുവിൻ്റെ മുഖം ഒടിച്ചുകൊണ്ട് നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, വളരെ സന്തോഷത്തിലാണ്. ജയ് ഭീം. ദീപാ പി മോഹൻ്റെ ഈ വിജയം കേരളത്തിലെ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങൾക്കുള്ള ഒരു പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ്. ഈ
വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിലൂടെ മാത്രവും അല്ലെ സംവരണാവകാശ പോരാട്ടത്തിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പിന്നിടുമ്പോഴും ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിൽ ബാബാ സാഹേബ് അംബേദ്കർ അതിനുവേണ്ടി നടത്തിയ പോരാട്ടങ്ങളിലൂടെ ആവിഷ്കരിച്ച നയപരിപാടികളും സംവരണമടക്കമുള്ള സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്കൊരു സമൂഹമെന്ന നിലയിൽ വരും കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത്തരത്തിൽ വികസിച്ചു വരേണ്ട സാമൂഹിക രാഷ്ട്രീയ പോരാട്ടങ്ങൾ, വിമോചന പോരാട്ടങ്ങൾക്ക് ഒരു ഉത്തേജനമാണ് പുരോഗമന കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇത് ദലിതരുടെ തദ്ദേശീയ ജനവിഭാഗങ്ങളാണ് ഈ കേരളത്തെ പുരോഗമനപരമായി നയിക്കേണ്ടതിൻ്റെ ഒരു വിജയം കൂടിയാണ് യഥാർത്ഥത്തിൽ ദീപാ പി മോഹൻ്റെ സമരങ്ങളിലൂടെ ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ സംവരണ അവകാശ പോരാട്ടങ്ങളും ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങളും രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമൊക്കെയായിട്ട് കേരളത്തിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമായ ഒരു യുവതലമുറ പല രീതികളിൽ പുനഃസംഘടിക്കപ്പെട്ട് ഏകീകരിച്ച് ഒരു ജനതയുടെ വിമോചനം, അതുപോലെ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കുന്ന ഏത് ജാതി മത വർഗ സമൂഹങ്ങളായാലും അവരുടെ വികാസ വിമോചന പോരാട്ടങ്ങൾക്ക് ബാബാ സാഹേബ് അംബേദ്കറുടെ ദാർശനിക കാഴ്ചപ്പാടുകളെയും വീക്ഷണ പദ്ധതികളെയും ആവിഷ്കരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ ഈ ഇത്തരത്തിലൊരു വിജയം നേടിയ നമ്മുടെ ദീപയുടെ പോരാട്ടം, അതുപോലെ ഒരു സമൂഹത്തിൻ്റെ പോരാട്ടം, അത് ഈ പോരാട്ടം ഒരു വിജയമായിട്ട് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന അർത്ഥത്തിൽ അതിനുള്ളൊരു വേദി ഒരുക്കാനായിട്ട് നമ്മളുടെ ഈ സംഘാടക കൂട്ടായ്മയും സുഹൃത്ത് വലയവും ശ്രമിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കോട്ടയത്ത് വെച്ച് ദീപാ പി മോഹനൊരു സ്വീകരണവും അന്ന് ഈ സമരത്തിൽ പങ്കാളികളായ നേതാക്കന്മാരെയും മറ്റ് സാംസ്കാരിക പ്രവർത്തകരെയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെയെല്ലാം ഒരുമിച്ച് വിളിച്ചു ചേർത്തുകൊണ്ട് ദീപാ പി മോഹൻ്റെ ഈ ഉന്നതമായിട്ടുള്ള ഈ വിജയത്തിന്, ഈ അവാർഡ് ഡോക്ടറൽ അവാർഡ് നേടിയ ഈ വിജയം നമ്മൾ ഒരു സമൂഹമെന്ന നിലയിൽ, കാരണം ജാതി വിവേചനത്തിനിരയായി ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ തകർന്ന് ആത്മഹത്യ ചെയ്യപ്പെട്ട പല വലിയ മനുഷ്യരായി മാറേണ്ട വ്യക്തിത്വങ്ങളെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ദിനം നമുക്ക് ഈ അക്ഷരനഗരിയായ കോട്ടയത്ത് കൂടേണ്ടതുണ്ട്. അത്തരത്തിലൊരു പൊതു പ്രോഗ്രാമായിട്ട് ദീപാ പി മോഹൻ്റെ വിജയത്തെ നമുക്ക് ആഘോഷിക്കാനും കൂടിച്ചേരാനുമുള്ളൊരു വേദിയായിട്ട് അടുത്ത ജനുവരി മാസം തന്നെ അത്തരത്തിലുള്ള വിപുലമായൊരു സംവിധാനം കോട്ടയത്ത് ഒരുക്കാൻ ദീപാ പി മോഹൻ്റെ സുഹൃത്തുക്കളും മറ്റ് സംഘാടക സാമൂഹിക സംഘടന രംഗത്ത് നിൽക്കുന്നവരും സാംസ്കാരിക പ്രവർത്തകരും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തയ്യാറാകാണ്. അത്തരത്തിൽ വിപുലമായ ഒരു ഉത്സവമായിട്ട് അത് ദീപാ പി മോഹൻ്റെ വിജയം കേരളം ആഘോഷിക്കണം, ഇന്ത്യ ആഘോഷിക്കണം, ലോകം ആഘോഷിക്കണം. നാളെ ലോകത്ത് തന്നെ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളിലൂടെ വികസിച്ചു വരുന്ന അപൂർവമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. അത്തരത്തിൽ ദീപാ പി മോഹന് അവരുടെ ജീവിതത്തിൽ എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് പുതിയ പോരാട്ടങ്ങളും പുതിയ വഴികളിലേക്കും സമൂഹത്തെ നയിക്കുന്നതിനും അവർക്ക് പുതിയ ഉയർന്ന ജീവിത വികാസത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.